കൈ നിറയെ ബ്ലഡ് ആയിരുന്നു. വെളുപ്പിന് 5:30 ഒരു സുനാമി വരുന്നത് പോലെ ഈ ഭാഗത്തു നിന്ന് വന്നൊരു ഇടിയായിരുന്നു. ഹലോ, എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ ആ ഒരു ചെറിയൊരു ആക്സിഡൻറ്റിൻ്റെ കേസ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ. വെറും 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ എല്ലാ ഷോർട്സും ഇടുന്നു അതുപോലെ ഇട്ടതാണ്. അന്ന് എനിക്ക് എന്ത് പറ്റി, എന്താണെന്ന് ശരിക്കും സംഭവിച്ചത്, ഇപ്പോൾ ഓക്കെ ആണോ, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഫേസൊക്കെ നേരെ ആയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജ് എനിക്ക് ഇപ്പോഴും വരാറുണ്ട്. എൻ്റെ മെയിൽ ഐ ഡിയിലോട്ടാണ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറ്. അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക, ഇപ്പോഴും ഇന്നും കൂടെ എനിക്കൊരു മെയിൽ വന്നിരുന്നു, ചേച്ചി എങ്ങനെയുണ്ട്, എന്താണ് ഇപ്പോഴത്തെ ഫേസൊക്കെ ഓക്കെ ആയോ, വീഡിയോ കാണുമ്പോൾ സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്ക് എന്നും മെസ്സേജ് അയക്കും, മെയിൽ അയക്കും. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. അപ്പം ഞാൻ കരുതി എന്തായാലും വീണ്ടും ഇനി ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ. എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുവാണല്ലോ എൻ്റെ മുഖം, എന്നെ കാണുന്ന ആൾക്കാരോടാണ് കേട്ടോ. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് 1-2 ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. പിന്നെ ഒരു 5 മണി 5:30 ആ ഒരു സമയത്തായിരുന്നു നെയ്യാറ്റിൻകര നാഗർകോവിൽ ഫാസ്റ്റ് ബസ്സിൽ കയറിയതായിരുന്നു. ഞങ്ങൾ നെയ്യാറ്റിൻകര വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ബസ്സിൽ വരാൻ വേണ്ടിയിട്ട്. വെളുപ്പിന് 5:30 എന്തായാലും ബസ് ഫാസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ തന്നെയാണ് കയറിയത്. പക്ഷേ ഞങ്ങൾ നെയ്യാറ്റിൻകര എത്തുന്നതിന് തൊട്ട് മുമ്പ് മിംസ് ഹോസ്പിറ്റൽ അതിൻ്റെയും തൊട്ട് മുമ്പിൽ വെച്ചിട്ടാണ് മറ്റൊരു ബസ് വന്ന് ഇതേപോലെ നാഗർകോവിൽ ഫാസ്റ്റ് ബസ് തന്നെയാണ് ബസ് വന്ന് ഈ വണ്ടിയെ ഇടിക്കുന്നത്. ആദ്യം ഡ്രൈവർ ഒരു സഡൻ ബ്രേക്ക് ഇടുന്നു പെട്ടെന്ന്. അപ്പം ഞാൻ സാധാരണ ഒരു ബൈക്കൊക്കെ പെട്ടെന്ന് ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഡ്രൈവർ ഒരു ബ്രേക്കൊക്കെ ഇടുമല്ലോ, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി ഒന്ന് നോക്കിയതാണ്. അത്ര മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഒരു സുനാമി വരുന്നത് പോലെ ഈ ഭാഗത്തു നിന്ന് വന്നൊരു ഇടിയായിരുന്നു. ഈ ഇടിയിൽ ഞാൻ നേരെ പോയി ആ തറയിലടിക്കുന്നു. എൻ്റെ ഈ തല വന്ന് കറക്റ്റായിട്ട് ഈ ആളുകളൊക്കെ നിൽക്കുന്ന സൈഡുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അറ്റത്തെ സീറ്റിലായിരുന്നു, ഇങ്ങനെ പോയി അടിച്ചപ്പോൾ നേരെ അവിടെ വന്ന് എൻ്റെ തല വന്ന് അടിക്കുന്നു. എനിക്ക് അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ബോധമൊന്നും പോയില്ല, എനിക്ക് നല്ല ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വേദനകളൊന്നും അറിഞ്ഞില്ല. സത്യസന്ധമായിട്ട് ഞാൻ ഈ വേദന ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ ഇടിയിൽ പെട്ടെന്ന് എണീറ്റ് എൻ്റെ അമ്മ എവിടെ, എൻ്റെ അനിയത്തി എവിടെ, എൻ്റെ മാമി എവിടെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെ നോക്കുമായിരുന്നു. അവരെയൊക്കെ കണ്ട ഒരു സമാധാനത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്തോ ഒഴുകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ കൈ നിറയെ ബ്ലഡായിരുന്നു. അത്രയും നേരം ഒരു കുഴപ്പമില്ലാതിരുന്നു ഞാൻ ഈ ബ്ലഡ് കണ്ടതും എൻ്റെ ബോധം പോയി. കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ തലയ്ക്ക് എന്തോ പൊട്ടി എൻ്റെ വായിൽ അതിൻ്റെ ബ്ലഡ് വരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി, എൻ്റെ ബോധം പോയി. ഞാൻ ആ റോഡിൽ എന്തോ ആണ് ഇരുന്നത്. പെട്ടെന്ന് തല ഇറങ്ങി, ബോധം പോയതല്ല, ഒന്ന് തല ഇറങ്ങി. പേടിച്ചിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമല്ല, പേടി കൊണ്ടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഈ ചുണ്ട് ഒന്ന് അടിച്ചിട്ട്, പല്ലും ചുണ്ടും കൂടെ അടിച്ചിട്ട് ഇവിടെ നിന്ന് പൊട്ടിയിട്ടുള്ള ബ്ലഡ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കിയപ്പോൾ ഓക്കെ, ഞങ്ങൾ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. വീട്ടിൽ വേറെ ആർക്കും കുഴപ്പമില്ല, എല്ലാവർക്കും ചെറിയ തട്ടലും മുട്ടലും ഇടിയും ഒക്കെ കിട്ടി. അതൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനന്ന് വരുന്നു, വേദനയുടെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേദനയും ഇല്ല. തൊടുമ്പോൾ മാത്രമേ ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു, വേദനയില്ല, അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും മാറിയതുപോലെ മാറും എന്ന് വിചാരിച്ചിട്ടിരുന്നു. പക്ഷേ പിറ്റേന്നായപ്പോൾ എൻ്റെ ഈ ഫേസൊന്നും അറിയാൻ പറ്റില്ല, എൻ്റെ ഈ കണ്ണൊന്നും എനിക്ക് തുറക്കാൻ പറ്റില്ല, എൻ്റെ മുഖം എന്താണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു വേറെ ഏതോ ഒരു മുഖം പോലെയൊക്കെ ആയി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അതൊക്കെ പറ്റി ആലോചിച്ചു. എൻ്റെ മുഖം ഇനി മാറില്ലേ. ഞാനിവിടെ അതിൻ്റെ ആ ഒരു ഫോട്ടോ വയ്ക്കാം, എൻ്റെ അന്നത്തെ എൻ്റെ മുഖം ഇരുന്ന അവസ്ഥ. എനിക്ക് അതായിരുന്ന വിഷമം ഫുള്ളും. എനിക്ക് മാത്രമല്ല, വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അങ്ങനെ ഞങ്ങൾ നേരെ ENT സ്പെഷ്യലിസ്റ്റ് നോർമൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒരുപാട് കുഴപ്പമൊന്നുമില്ല, ഈ ഒരു മുഴ ഇടിയിട്ടിയതിൻ്റെയാണ്, അതൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊട്ടും കുറവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പോയി. കാണിച്ചു. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ അപ്പം തന്നെ സ്കാനിങ് ഒന്നും എടുത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഫേസിൻ്റെയും ഹെഡിൻ്റെയൊക്കെ CT സ്കാനിന് എഴുതി തന്നു. സ്കാൻ ചെയ്തപ്പോൾ ഫേസിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഇടി കിട്ടിയത് എനിക്ക് കുറച്ച് ഉള്ളിലോട്ട് ഒരു മുറിവുണ്ട്. പക്ഷേ ബ്ലഡ് പുറത്ത് വരാത്തത് കൊണ്ട് തന്നെ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുവാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സമയമെടുക്കും മാറാനെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ മനസ്സിലാവണുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഇപ്പോഴും മാറിയിട്ടില്ല, ഒരു മുഴയായിട്ട് കിടപ്പുണ്ട്. ഇവിടെ അതിൻ്റെ പാടുമുണ്ട്. എൻ്റെ ഈ ഫേസ് മുഴുവനും ഈ ഒരു പാടായിരുന്നു, ഒരു ബ്ലാക്ക് കളറിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുമായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ ഒരു ഓയിൻമെൻ്റ് ഒക്കെ തന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് മാറി വരുന്നു, ഓക്കെ ആയി വരുന്നു. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു തല ഇങ്ങനെ തൊടുമ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വേദനയുണ്ട്. അത് ആ ഇടി കിട്ടിയതിൻ്റെ അത്രയും ഇതിൽ പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞങ്ങൾ കേസിനും അതിനൊന്നും പോയില്ല, കാരണം അതിൻ്റെ പുറകെ നടക്കാനുള്ള അതില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക്
ഒന്ന് എന്താ പറയുക, ആ ഒരു പേടിയിൽ നിന്ന്, ആ ഒരു ഷോക്കിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടതേ വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ്. കാരണം ഞങ്ങളെക്കാട്ടിലും മുറിവ് പറ്റിയ ഒരുപാട് പേര്, ഞങ്ങൾ ഈ ഒരു നടുക്ക് സീറ്റിലാണ് ഇരുന്നത്. അപ്പം അതൊന്നും ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരുപാട് ഇങ്ങനെ സീരിയസ് ഇഷ്യൂ ഉള്ള ഒരുപാട് പേര്, ഡ്രൈവറിനൊക്കെ നല്ല പരിക്ക് കാണാം. എന്തായാലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കേസ് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെ വരുന്നു, ഓക്കെ ആയി വരുന്നു. ഏകദേശം 2-2.5 ആഴ്ച കഴിഞ്ഞു ആ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട്. മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ആയി വരുന്നു. അന്വേഷിച്ചവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഷോർട്സ് ആയിട്ട് വീണ്ടും ഇടാൻ ഇനി താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.